നോക്കൂ, ഇസ്രയേൽ US ഇറാൻ യുദ്ധമൊക്കെ ആരംഭിച്ച് 15 ദിവസത്തിലധികമായിട്ട്, ഇപ്പം നമുക്ക് 2 ആഴ്ചയിൽ കൂടുതൽ എന്ന് പറയാല്ലേ, 2 ആഴ്ചയിൽ കൂടുതലായിട്ടും അതിന് ഒരു ശമനവും നിലവിലില്ല എന്ന് മാത്രമല്ല, കെടുതികൾ, ആ യുദ്ധക്കെടുതികൾ ഇങ്ങ് നമ്മുടെ അടുക്കള വരെ എത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇതുവരെ ഒരു വിജയി ഉണ്ടായിട്ടുണ്ടോ? യുദ്ധം നടക്കുന്നതല്ലേ ഉള്ളൂ സേതു, അതിലെവിടെയാ വിന്നർ എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഞാൻ പറയൂ, അങ്ങനെയല്ല. ഈ യുദ്ധത്തിൽ ഇതുവരെയുള്ള കാലയളവിൽ ഒരു വിജയി ഉണ്ടായിട്ടുണ്ട് എന്ന്. അതിൻ്റെ കാരണം ഈ യുദ്ധമാണ്. ആ യുദ്ധം കാരണം മറ്റൊരു രാജ്യത്തിന് നേട്ടമുണ്ടായിരിക്കുന്നു. നമുക്ക് പരിശോധിക്കാം. എണ്ണ യുദ്ധം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചോദിച്ച ചോദ്യവും പറഞ്ഞ ഉത്തരവും വെറുതെ അല്ല. ഈ യുദ്ധത്തിൽ ക്ലിയർ ആയിട്ടൊരു വിന്നർ ഇതുവരെയുണ്ട്. ആ ക്ലിയർ വിന്നർ ആരെന്ന് ചോദിച്ചാൽ റഷ്യയാണ് ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ നേട്ടം കൊയ്തിരിക്കുന്ന ഒരു രാജ്യം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പോൾ നമുക്കറിയാം യുക്രൈൻ അധിനിവേശത്തിലാണ് റഷ്യ. യുക്രൈൻ അധിനിവേശത്തിനു ശേഷം ഉപരോധങ്ങളിലായിരുന്ന റഷ്യൻ എണ്ണ വീണ്ടും ഇതാ പശ്ചിമേഷ്യയിലേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുകയാണ്. അവയുടെ വില കുതിച്ചുയർന്നിരിക്കുകയാണ്. ഇന്ത്യയടക്കം വലിയ അളവിൽ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇൻ ഗ്ലോബൽ പൊളിറ്റിക്സ് പ്രിൻസിപ്പിൾസ് ചേഞ്ച് വിത്ത് ഓയിൽ പ്രൈസ് എന്ന് പറയാം അല്ലെ. എല്ലാ നിയമങ്ങളും ഓയിൽ വിലയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ എണ്ണ വിലയ്ക്ക് മുന്നിൽ തകിടം മറിയുന്നതാണ് പശ്ചിമേഷ്യയിൽ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉപരോധത്തിൽ തളയ്ക്കപ്പെട്ടിരുന്ന റഷ്യ ഇന്ന് എണ്ണ വിതരണം ചെയ്ത് പ്രതിദിനം നേടുന്നത് $150 മില്യൺ ആണ്. ഒരു ദിവസം $150 മില്യൺ വീതം റഷ്യ വീണ്ടും എണ്ണ വ്യാപാരത്തിലൂടെ നേടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്കിടയിൽ, ഞാൻ പറയുന്നത് 3-4 ദിവസങ്ങൾക്കിടയിൽ മാത്രം ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൂടി എത്രയെന്നറിയാമോ? 30 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ്. റഷ്യയിൽ നിന്ന് 3-4 ദിവസത്തിന് ഉള്ളിൽ നമ്മുടെ രാജ്യം വാങ്ങിയത് 30 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് റഷ്യൻ ഓയിൽ വാങ്ങിയതിന് ഇന്ത്യയെ ശാസിച്ച അതേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ന് റഷ്യൻ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യയെ പ്രശംസിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇൻ ഗ്ലോബൽ പൊളിറ്റിക്സ് പ്രിൻസിപ്പിൾസ് ചേഞ്ച് വിത്ത് ഓയിൽ പ്രൈസ് എന്ന്. ഇനി നിലവിലെ യുദ്ധം അത് നമ്മുടെ അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും അപ്രത്യക്ഷമാക്കിയത് എത്രയാണെന്നറിയാമോ? ഒരു ദിവസം 20 മില്യൺ ബാരൽ ഓയിലാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷമായിരിക്കുന്നത് 20 മില്യൺ ബാരൽ ഓയിലാണ്. നമുക്കറിയാവുന്ന പോലെ ഈ യുദ്ധം തുടങ്ങിയിട്ട് 15 ദിവസത്തിൽ കൂടുതലായിരിക്കുന്നു, 2 ആഴ്ചയിൽ കൂടുതലായിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ബാരൽ ഓയിലാണ് ഈ വിപണിയിൽ നിന്ന് നഷ്ടമായത് എന്ന്. നമ്മൾ ഇപ്പോൾ നിലവിൽ നമുക്കറിയാവുന്നത് അനുസരിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറന്നാൽ മാത്രമേ ഇനി വിതരണമൊക്കെ പഴയ നിലയിലേക്ക് ആവുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്കറിയാമെങ്കിലും ഇപ്പം നമ്മൾ ഈ ഹോർമൂസ് കടലിടുക്ക് പറഞ്ഞതുകൊണ്ട് ഈ കടലിടുക്കിൻ്റെ പ്രാധാന്യം കൂടി നമുക്ക് ചെറുതായി ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് പറയുകയാണ്. നമ്മുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ മാർഗ്ഗങ്ങളിൽ ഒന്ന്, ഇതിനെ പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാൻ വഴി അറേബ്യൻ സീയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ കടൽപാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യം പരിശോധിച്ചാൽ ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് തന്നെ ഈ ഹോർമൂസ് കടലിടുക്കാണ്. മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20 മുതൽ 25% വരെയും കടന്നു പോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. LNG, അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, അതിൻ്റെ ഗതാഗതം, അതേപോലെ തന്നെ ലോക LNG കയറ്റുമതിയുടെ വലിയൊരു പങ്കും ഇതിലൂടെയാണ് കടക്കുന്നത്. മാത്രവുമല്ല, ഗൾഫ് രാജ്യങ്ങളുടെ ഏക സമുദ്രമാർഗം ഗൾഫ് പ്രദേശത്ത് നിന്നുള്ള എണ്ണ ലോക വിപണിയിലേക്ക് പോകാൻ പ്രധാനമായും ഒരൊറ്റ വഴി പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ പാതയടച്ചാൽ അത് ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ പെട്ടെന്ന് എണ്ണ വില ഉയരുന്നതിനും കാരണമായി തീരും. ഇപ്പം നേരിട്ട് ഈ കടലിടുക്ക് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളാണ് കൂടുതലായിട്ടും ഈ പാത ഉപയോഗിക്കുന്നത്. അതും ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഭീമന്മാർ സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE, അതേപോലെ ബഹ്റൈൻ, ഈ രാജ്യങ്ങളൊക്കെയും ഈ പാതയാണ് അവരുടെ എണ്ണ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോർമൂസ് കടലെടുക്ക വഴിയാണ് അവരുടെ എണ്ണ മറ്റ് രാജ്യങ്ങളിലേക്ക് വിതരണം ചെയ്തത്. അതായത് കുറഞ്ഞത് 7 പ്രധാന എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ നേരിട്ട് ഈ ഒരൊറ്റ പ്രദേശത്തെയാണ് ആശ്രയിക്കുന്നത്. ഇനി ഈ വഴിയിലൂടെ ഈ രാജ്യങ്ങൾ വിൽക്കുന്ന എണ്ണകൾ വാങ്ങുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. തൊട്ട് താഴെ ചൈനയുണ്ട്, ജപ്പാനുണ്ട്, അതേപോലെ സൗത്ത് കൊറിയ ഉണ്ട്. ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും
കൊറിയയുടെ ഒരു എ നഷ്ടപ്പെട്ടു. അപ്പോൾ സൗത്ത് കൊറിയ. അപ്പം ഇത്രയും രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഹോർമൂസ് കടലിടുക്ക് വഴി 7 രാജ്യങ്ങൾ വിതരണം ചെയ്യുന്ന എണ്ണകൾ വാങ്ങുന്ന പ്രധാനപ്പെട്ട രാജ്യം. അതുകൊണ്ട് തന്നെ എണ്ണ ഇറക്കുമതി വഴി 40 മുതൽ 50-ലധികം രാജ്യങ്ങൾ പരോക്ഷമായി ഈ കടലിടുക്കിനെ ആശ്രയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റായ ട്രംപ് പറഞ്ഞിരുന്നു, ഇറാന്റെ സാമ്പത്തിക നട്ടലായ ഖാർഗ് ദ്വീപ് ഞങ്ങൾ ആക്രമിച്ചു എന്ന്. ഇറാന്റെ ജീവനാഡി എന്ന് പറയുന്ന ഒരു ദ്വീപാണ് കേട്ടോ ഈ ഖാർഗ് ദ്വീപ് എന്ന് പറയുന്നത്. ഖാർഗ് ദ്വീപ് ഇറാന്റെ വളരെ തന്ത്രപ്രധാനമായ സാമ്പത്തിക സൈനിക കേന്ദ്രമാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രം ഖാർഗ് ദ്വീപാണ്. ഇപ്പം ഈ ദ്വീപിന്റെ ഒരു പ്രാധാന്യം ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രം ആയതുകൊണ്ട് മാത്രമല്ല, ഇറാന്റെ ഏകദേശം 85 മുതൽ 90 വരെ ക്രൂഡ് ഓയിൽ കയറ്റുമതി ഈ ദ്വീപിലെ ടെർമിനലുകളിലൂടെയാണ് നടന്നു വരുന്നത്. അതേപോലെ തന്നെ വലിയ ഓയിൽ സ്റ്റോറേജ് ടാങ്കുകളും അതേപോലെ തന്നെ ലോഡിംഗ് ടെർമിനൽസും ഒക്കെയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലാണ് ഈ ദ്വീപ്. കാരണം ഇറാന്റെ സർക്കാർ വരുമാനത്തിൽ വലിയ പങ്ക് എണ്ണ കയറ്റുമതിയിലൂടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖാർഗ് ദ്വീപ് ആക്രമിക്കുകയാണെങ്കിൽ അത് ഇറാനെ പൂർണ്ണമായും ഇറാനെ സാമ്പത്തികമായി തകർക്കുന്നതിന് തുല്യമെന്ന് വിലയിരുത്താം. ഇറാന്റെ ഒരു ലൈഫ് ലൈൻ, ജീവനാഡി, എനർജി ലൈഫ് ലൈൻ എന്നൊക്കെയാണ് ഖാർഗ് ദ്വീപിനെ വിളിക്കുന്നത്. ഖാർഗ് ദ്വീപിനെ സാധാരണ വിളിക്കാറ്. ഇനിയിപ്പം സൈനിക തന്ത്രപ്രധാന മേഖല കൂടിയാണ് ഖാർഗ് ദ്വീപിന്റെ. കാരണം ഇറാന്റെ നാവിക സുരക്ഷയും അതേപോലെ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ശക്തമായി നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. നമ്മുടെ ഈ ഇറാൻ ഇറാഖ് വാർ അല്ലേ, അപ്പം ആ വാർ, അതായത് 1980-നും 1988 കാലയളവിൽ നടന്ന ഇറാൻ ഇറാഖ് വാറിൽ ആ ടൈമിൽ ഇറാഖ് പലവട്ടം ഖാർഗ് ദ്വീപിലെ എണ്ണ സൗകര്യങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ ദ്വീപിലെ എണ്ണ സൗകര്യങ്ങളൊക്കെ ആശ്രമിച്ചു. കാരണം ഇറാന്റെ സാമ്പത്തിക മാർഗം അല്ലെങ്കിൽ സാമ്പത്തികമായി തകർക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇതായിരുന്നു. അപ്പം ഈ ഖാർഗ് ദ്വീപും ഹോർമൂസ് കടലിടുക്കലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉയർന്നേക്കാം. അങ്ങനെ ചോദിച്ചാൽ ഹോർമൂസ് കടലിടുക്കും ഈ ഖാർഗ് ദ്വീപും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് കാര്യം. കാരണം ഇത് നിലനിൽക്കുന്ന ഒരു സ്ഥാനം അത് ഏറെ പ്രധാനമാണ്. ഈ ഖാർഗ് ഐലൻഡിൻ്റെ നമുക്കിപ്പോൾ ഒരു മാപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഇതാണ് ഖാർഗ് ഐലൻഡിൻ്റെ സ്ഥാനം. ഖാർഗ് ഐലൻഡ് ഇവിടെ നിൽക്കുന്നു. ഇവിടെയാണ് ഈ ഇറാൻ്റെ ഭാഗത്ത് ഖാർഗ് ഐലൻഡാണ് ഈ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് ഹോർമൂസ് കടലിടുക്കെന്ന് പറയും. അപ്പം ഇതിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ നോക്കൂ, ഇവിടെ ദുബായ് നിലനിൽക്കുന്നു, ഇവിടെ ഖത്തറുണ്ട്, ഇവിടെ കുവൈറ്റുണ്ട്. എല്ലാം എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളും. ഇതാണ് എണ്ണ ഉൽപ്പാദനത്തിൻ്റെ ഇറാൻ്റെ കേന്ദ്രവും ഖാർഗ് ഐലൻഡ്. അപ്പം ഈ ഖാർഗ് ഐലൻഡ് പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ തീരത്തിന് തൊട്ട് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ തന്ത്രപ്രധാനമായ ഭാഗം. ഇനി ഇവിടെ നിന്നാണ് ഇറാന്റെ ഭൂരിഭാഗം എണ്ണയും കയറ്റുമതി ചെയ്യുന്നത്. എണ്ണ കയറ്റുമതി വഴി ഖാർഗ് ദ്വീപിൽ നിന്നും എണ്ണക്കപ്പലുകൾ കയറ്റി അവ നേരെ ഈ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്ന്, ഇപ്പം നമുക്ക് ഇത് കണ്ട നന്നായിട്ട് മനസ്സിലാവും. ഖാർഗ് ദ്വീപ് വഴി എണ്ണക്കപ്പലുകളിൽ എണ്ണ കയറ്റി അത് ഹോർമൂസ് കടലിടുക്ക് വഴി കടന്ന് അറേബ്യൻ സീയിലേക്ക് എത്തുന്നു. അറേബ്യൻ സീ വഴിയാണ് മറ്റ് ലോക വിപണിയിലേക്ക് ഇറാന്റെ എണ്ണ എത്തുന്നത്. അപ്പം അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ ഖാർഗ് ദ്വീപിന്. അപ്പം ചുരുക്കത്തിൽ ഖാർഗ് ദ്വീപ് ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രവും ഹോർമൂസ് കടലിടുക്ക് ആ എണ്ണ ലോകത്തിലേക്ക് പോകുന്ന പ്രധാന വഴിയുമാണ്. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ റഷ്യയാണല്ലോ. അപ്പം പശ്ചിമേഷ്യ നിലവിൽ അശാന്തമാണ്. യുദ്ധം എന്ന് തീരുമെന്നറിയില്ല എന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ അല്ലേ, അതായത് ഇറാൻ, അതേപോലെ US, ഇസ്രായേൽ, ഈ രാജ്യങ്ങളൊക്കെ പറയുന്നു എന്ന് യുദ്ധം തീരുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ യുദ്ധം ഇനിയും നീളുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ സാധാരണ മലയാളത്തിൽ നമ്മുടെ നാട്ടുഭാഷയിൽ പറയുമല്ലോ, ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാകുമെന്ന്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം റഷ്യയുടെ എണ്ണ വിപണിയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ള ഒരു കാര്യം. അപ്പം യുദ്ധം എത്രയും വേഗം തീരും. യുദ്ധം തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ കെടുതികൾ, പ്രതിസന്ധികൾ ഒക്കെയും പരിഹരിക്കപ്പെടുകയുള്ളൂ. പാചകവാതക ക്ഷാമം അതിരൂക്ഷമായി രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവസാനിക്കട്ടെ. അത് അവസാനിക്കാതെ തുടരുമ്പോൾ അതിൽ നേട്ടം കൊയ്യുന്ന രാജ്യങ്ങളും ഉണ്ട്, പ്രത്യേകിച്ച് റഷ്യയുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്.